എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ക്ഷേത്ര കൂട്ടായ്മയുടെ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി കടക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ ആചാരസ്ഥാനികരുടെ ഉന്നമനത്തിനു വേണ്ടി ആചാര സംഗമങ്ങൾ നടത്തുകയും അവരെ വേദിയിൽ വെച്ച് ആദരിക്കുകയും ദക്ഷിണയും ഓണക്കോടികളും കൊടുത്തുകൊണ്ട് നമ്മളൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തുകയുണ്ടായി. അത് ഇന്നും നമുക്ക് വളരെ ഗംഭീരമായ വിജയത്തോടുകൂടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നത് മുച്ചിലോട്ട് അമ്മയുടെ ഒരു അനുഗ്രഹമായി തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൂട്ടായ്മയോട് കൂടിയിട്ട് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇത്രയും വിജയത്തിലെത്താൻ കാരണം. എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിൻ്റെ ഭാരവാഹികളായാലും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ വന്ന അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെതാണ്, ഞാൻ ഇത്രത്തോളം സമുദായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിനിധിയാണ്. ഇവിടെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല പറയുന്നത്, ഞാനൊരു ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ചാണ് പറയുന്നത്. ഇത് നാളെ എൻ്റെ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ, എൻ്റെ സമുദായത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തീരുമാനത്തിന് പോലും എൻ്റെ ഒരു വാക്ക് പ്രചോദനമായേക്കാമെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മുടെ സമുദായ അംഗങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോഴും. ടാറ്റ് ശ്രീ മുച്ചിലോട്ട് കൂട്ടായ്മ നിയമാവലി. കേരള സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംഘടന. പേര് ടാറ്റ് ശ്രീ മുച്ചിലോട്ട് കൂട്ടായ്മ. നിയമപരമായ സ്വഭാവം. ഈ സംഘടന ടാറ്റ് ശ്രീ മുച്ചിലോട്ട് ക്ഷേത്ര കൂട്ടായ്മ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ ലാഭരഹിത മത സാംസ്കാരിക സേവാ സംഘടനയായിരിക്കും. ക്ഷേത്ര കൂട്ടായ്മയുടെ ഭാഗമായി ഇന്ന് രക്ഷാധികാരി ആയി 5 പേരെയാണ് നമ്മുടെ ബൈലോ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ മുഖ്യ രക്ഷാധികാരിയായി ശ്രീ കരിവള്ളൂർ വല്യച്ഛനെയും മറ്റ് 4 രക്ഷാധികാരികളായി ശ്രീ കുഞ്ഞിരാമാട്ടൻ KP നായരെയും ശ്രീ KP രാമകൃഷ്ണൻ ഏട്ടനെയും ശ്രീ VC നാരായണ ഏട്ടനെയും പ്രസിഡന്റ് വാണിയ സമുദായ സമിതി, ശ്രീ സുധാകരേട്ടൻ പാറയിൽ പ്രസിഡന്റ് തുഞ്ചത്താചാര്യ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവരെയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ബൈലോ പ്രകാരം ഇവരുടെ കാലാവധി 2 വർഷം ആയിരിക്കും. പ്രവാസികളായിരിക്കുന്ന ഒരു പറ്റം സാധാരണക്കാരുടെ വലിയൊരു ആഗ്രഹവും അഭിലാഷവുമായിരുന്നു ഒരു വലിയൊരു പ്രസ്ഥാനം തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ അത്ര വലിയൊരു ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ടാക്ട് ദുബായ് എന്ന പ്രസ്ഥാനം 2007 അവിടെ വന്നിരിക്കുന്നത്. ഏത് സംഘടനക്കും ധനം അത്യാവശ്യമാണ്. ധനമുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വകയായി ഈദിൻ്റെ ധനസമാഹരണത്തിലേക്ക് 5 ലക്ഷം രൂപ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. അത് നമ്മൾ നല്ല വഴിക്ക് ഉപയോഗിച്ച്, ഇത് മാത്രമല്ല നമ്മൾ ഇനിയും കൂടുതൽ ചെയ്യാൻ നമ്മൾ ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്നും സന്നദ്ധനാണ്, ഞാനും എൻ്റെ കുടുംബവും. കണ്ണൂർ, കാസർഗോഡും കോഴിക്കോടും പരന്നു കിടക്കുന്ന മുച്ചിലോട്ട് ക്ഷേത്രങ്ങളെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ബൈലോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബൈലോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുമെങ്കിലും ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിയും നമ്മുടെ ഐക്യം, നമ്മുടെ ഇപ്പം നമുക്ക് പല സംഘടനകളുണ്ട്, പല പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക കോർഡിനേറ്റിംഗ് ബോഡിയായിട്ട് ഈ കൂട്ടായ്മ വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും ഈ കൂട്ടായ്മയുടെ ശക്തിയാണ്. ടാക്ടിൻ്റെ ശ്രീ മുച്ചിലോട്ട് കൂട്ടായ്മ ഇന്നിവിടെ നാം ഒരു പുതിയ യോഗം ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പുതിയ രൂപീകരണ യോഗത്തിൻ്റെ ഭാഗമായി
പുതിയ ഭാരവാഹികളെ ഇന്നിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ തിരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് ഏവർക്കുമുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഈ അടുത്ത 2 വർഷക്കാലം നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ ഈ ക്ഷേത്ര കൂട്ടായ്മയിൽ ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പല പരിപാടികളും ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഈ പുതിയ ടീമിൻ്റെ കൂടെ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൽ ചെറുപ്പക്കാർ മാക്സിമം കമ്മിറ്റിയിൽ കയറി വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രം വളരെ ഡെവലപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ ക്ഷേത്രം കാഞ്ഞിരാട്ട് മുച്ചിലോട്ടുകാവിൽ ഒരവകാശികൾ എന്നുള്ള ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പക്കാരായ നമ്മൾ എല്ലാവരും, അതായത് കളിയാട്ട കാലങ്ങളിൽ കുട്ടികൾക്ക് പോലും ഞങ്ങൾ അതിനുള്ള സ്ഥാനം, അവർക്ക് പ്രത്യേകിച്ചിട്ടുള്ള സ്ഥാനം ഞങ്ങൾ കൊടുത്തിട്ട് ആ ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മുടെ ക്ഷേത്രത്തിനെ ഈ ലെവലിൽ ഇന്നെത്തിച്ചത്. നമ്മൾ ഓരോ ക്ഷേത്രപാലികളും വില്ലച്ചന് നിരുപാധിക പിന്തുണ കൊടുത്തതാണ്. കാരണം കരുവള്ളൂർ വില്ലച്ചൻ ഒരു അഭിപ്രായം പറയുന്നത് വില്ലച്ചന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ നമ്മുടെ കാസർഗോഡ് പെരുതളം മുതൽ കോഴിക്കോട് വൈക്കലിശ്ശേരി വരെയുള്ള ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വില്ലച്ചൻ ഇന്ന് നിലകൊണ്ടത്. വില്ലച്ചൻ ആ നിലപാട് സ്വീകരിച്ചതും. അതുകൊണ്ട് ഇതുപോലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പരിപൂർണമായ പിന്തുണ നമ്മൾ ക്ഷേത്ര കമ്മിറ്റികളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇനിയും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതുതായി രൂപീകരിക്കുന്ന ഈ സംഘടനയുടെ ഒരു ഭാരവാഹി ആകാൻ കഴിഞ്ഞതിൽ നിങ്ങളുടെയൊക്കെ പരിപൂർണ സഹകരണം ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ കാരുണ്യത്താൽ കടൽ കടന്നുപോയ ഒരു കൂട്ടം ആളുകൾ അമ്മയുടെ അനുഗ്രഹത്താൽ വളരെ ഗുണം പിടിച്ച കുറച്ച് ആളുകൾ രൂപീകരിച്ച ടാക്സിൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഇനി നടക്കാൻ പോകുന്നത്. മറ്റു സമുദായങ്ങൾ പോലെ ഈ പെരുന്നയിലുള്ളതുപോലെ, അതല്ല കണിച്ചുകൊള്ളുങ്ങരയിലുള്ളതുപോലെ, അതുപോലെ നമ്മുടെ സമുദായത്തിന് ഏറ്റവും വലിയ ഒരു കേന്ദ്രം ആയിട്ട് കണ്ണൂരിലെ ഒരു കേന്ദ്രം നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതുവരെ നടന്നു കൊണ്ടിരുന്നത്. വളരെ നാളുകളായി കാത്തിരുന്ന് ശ്രമയോടുകൂടി പരിശ്രമിച്ചതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള വളർച്ചയാണ് ഇന്നത്തെ ഈ രൂപീകരണ യോഗത്തോടുകൂടി നടക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ഏകോപനം എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോകുന്നതിൽ ഈ പുതിയ കൂട്ടായ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. എല്ലാവരുടെയും ആത്മാർത്ഥ സഹകരണം തീർച്ചയായും അതിനുണ്ടാവും. ഇന്നത്തെ ഈ യോഗത്തിന് വളരെ ദൂരെ നിന്ന് കുമ്പള പെരുന്നാൾ തൊട്ട് ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. എത്തിച്ചേർന്ന എല്ലാ ഭാരവാഹികൾക്കും ടാക്സിൻ്റെ പേരിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുന്നു.